നമ്മൾ കേട്ട പാട്ട് പോലെ മനക്ലേശ തരംഗങ്ങളിൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുക്കരം നീട്ടി എടുത്തണച്ച് ഭയപ്പെടേണ്ട എന്നുരച്ചവന്. നോക്കുവിന് നമ്മുടെ അവസ്ഥയല്ലേ അത്? എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ അവസ്ഥ അങ്ങനെയല്ലയോ പ്രിയപ്പെട്ടവരെ? മനക്ലേശ തരംഗങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മൾ മനോഹരമായിരിക്കുന്ന ഇരുനില വീടുകൾ കഴിയുന്നു. നമ്മൾ സുന്ദരന്മാരും സുന്ദരികളും സമ്പത്തുള്ളവരുമൊക്കെ ആയിട്ട് ചിലർ വിലസുന്നു. പക്ഷെ അതിൻ്റെ അകത്ത് തേങ്ങുന്ന ഒരു ഹൃദയം, അതിൻ്റെ അകത്ത് എന്താണ്? ദുഃഖാകുലമായിരിക്കുന്ന നിമിഷങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഉറക്കമില്ലാത്ത രാത്രികൾ, കഴിഞ്ഞ കാലങ്ങളെ പറ്റിയുള്ള കുറ്റബോധങ്ങൾ പലരെയും വേട്ടയാടുകയാണ്. വേണ്ടായിരുന്നു. അതെ, സാമ്പത്തികമായിരിക്കുന്ന ദാരിദ്ര്യം കൊണ്ട് പലരും എന്താണ് വിഷമസന്ധിയിലായിരിക്കുന്നു. മക്കളെ ചൊല്ലിയുള്ള വിലാപങ്ങൾ, പിന്നെ എന്താണ് കുടുംബ തകർച്ചകൾ, കടബാധ്യതകൾ, അനവധി നിരവധിയായിരിക്കുന്ന വിഷയങ്ങൾ കൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോഴും നമ്മുടെ എന്താണ് ഉന്നത ഭാവത്തിന് ഒരു കുറവുമില്ല. നമ്മളെ സഹായിപ്പാൻ കഴിയുന്നവരെ നമ്മൾ അന്വേഷിക്കാറുമില്ല. നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ തുടർന്നു വരുന്ന അവരവരുടേതായിരിക്കുന്ന മത പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും സന്തോഷം നൽകി തരുവാനോ സമാധാനം നൽകി തരുവാനോ മരണഭീതി നീക്കിക്കളയുവാനോ കഴിയാത്ത നമ്മുടെ പിതൃ പാരമ്പര്യത്തിൽ നമ്മൾ കൂടുതലായിട്ട് ഉത്സുകരായിട്ട് ഒരു നാളും നമുക്ക് സന്തോഷം ലഭിക്കാതെ അവസാനം മരിക്കുകയാണ്.